നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. DRDO വികസിപ്പിക്കുന്ന തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിനായ ആഫ്റ്റർ ബേണിംഗ് കാവേരി എഞ്ചിന്റെ ട്രയൽ പരീക്ഷണങ്ങൾ 4 വർഷത്തിനുള്ളിൽ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ബംഗളൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTRE 2030 ഈ പരീക്ഷണങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. പഴയ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ തേജസ് മാർക്ക് 1 യുദ്ധവിമാനത്തിലായിരിക്കും ആഫ്റ്റർ ബേണിംഗ് ശേഷിയുള്ള കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച് പരീക്ഷിക്കുക. ആദ്യം നിലവിലുള്ള ആഫ്റ്റർ ബേണർ കോൺഫിഗറേഷനോട് കൂടിയ കാവേരി എഞ്ചിനാണ് പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുക. ഏകദേശം 73 kN ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള എഞ്ചിന്റെ നിലവിലുള്ള ആഫ്റ്റർ ബേണർ കോൺഫിഗറേഷൻ ഉപയോഗിച്ചായിരിക്കും ആദ്യഘട്ട പറക്കൽ പരീക്ഷണങ്ങൾ നടത്തുക. വ്യത്യസ്തമായ പറക്കൽ സാഹചര്യങ്ങളിൽ എഞ്ചിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. വിമാനത്തിന്റെ വേഗത നിയന്ത്രിക്കുമ്പോഴുള്ള എഞ്ചിന്റെ പ്രതികരണം, എഞ്ചിന്റെ സ്ഥിരത, പ്രവർത്തന സമയത്തെ താപവ്യതിയാനങ്ങൾ, വിമാനത്തിലെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങളുമായി ഈ എഞ്ചിൻ എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നിവയും അതിന്റെ പൊതുവായ പ്രകടനവും എഞ്ചിനീയർമാർ കൃത്യമായി തന്നെ നിരീക്ഷിക്കും. തുടർന്ന് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 84 മുതൽ 85 kN വരെ ഉയർന്ന ത്രസ്റ്റ് ലക്ഷ്യമിടുന്നതുമായ കൂടുതൽ അത്യാധുനിക ആഫ്റ്റർ ബേണർ സംവിധാനവും എഞ്ചിനിൽ പരീക്ഷിക്കും. വിമാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും എഞ്ചിനുകളിൽ കൂടുതൽ കരുത്ത് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആഫ്റ്റർ ബേണിംഗ്. ലളിതമായി പറഞ്ഞാൽ ഒരു ജെറ്റ് എഞ്ചിന് സാധാരണ നൽകാൻ കഴിയുന്നതിനേക്കാൾ അധികം വേഗതയും കുതിപ്പും നൽകുന്ന പ്രക്രിയയാണിത്. കാവേരി എഞ്ചിനും ആഫ്റ്റർ ബേണിംഗ് കാവേരി എഞ്ചിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവ രണ്ടും ഒരേ എഞ്ചിൻ പ്രൊജക്ടിന്റെ 2 വ്യത്യസ്ത പതിപ്പുകളാണ്. തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാലത്തെ ശ്രമങ്ങളിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ തീരുമാനം. കൂടുതൽ ത്രസ്റ്റുള്ള അത്യാധുനിക പതിപ്പ് പൂർണ്ണമായി സജ്ജമാകുന്നതുവരെ കാത്തിരുന്ന സമയം കളയാതെ വികസന പ്രക്രിയ വേഗത്തിലാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് പ്രതിരോധ വിദഗ്ധർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ആഫ്റ്റർ ബേണർ കോൺഫിഗറേഷനുള്ള കാവേരി എഞ്ചിന്റെ വിമാനത്തിലെ പ്രവർത്തന സവിശേഷതകൾ ആദ്യം തന്നെ പരിശോധിക്കാനാണ് GTRE പദ്ധതിയിടുന്നത്. ഇതിലൂടെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച അതിന്റെ പ്രകടനം, വിശ്വാസ്യത, പ്രവർത്തന സ്വഭാവം എന്നിങ്ങനെയുള്ള വിലപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എഞ്ചിനീയർമാർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ പിന്നീട് കൂടുതൽ ശക്തിയേറിയ പതിപ്പിന്റെ വികസനത്തിനും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി നിർണായക വിവരങ്ങൾ നൽകി സഹായിക്കും. ഇതിനായി കാവേരി എഞ്ചിന്റെ പ്രത്യേക ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡായി ഉപയോഗിക്കാൻ പഴയ ഒരു തേജസ് LSP വിമാനത്തെ പരിഷ്കരിക്കുന്നതിനുള്ള അനുമതികളും GTRE നേടിയിട്ടുണ്ട്. അതായത് ഒരു പുതിയ വിമാന എഞ്ചിനോ റഡാറോ അല്ലെങ്കിൽ മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യകളോ വികസിപ്പിച്ചെടുക്കുമ്പോൾ അവ യഥാർത്ഥ ആകാശ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി പ്രത്യേക മാറ്റം വരുത്തിയ ഒരു വിമാനത്തെയാണ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്ന് വിളിക്കുന്നത്. തേജസ് തിരഞ്ഞെടുക്കുന്നത് വഴി വലിയ സാങ്കേതികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ കാവേരി എഞ്ചിന്റെ അളവുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ വിമാനം യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തേജസ് വിമാനം തുടക്കത്തിൽ കാവേരി എഞ്ചിന്റെ അളവുകൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിലേക്ക് എഞ്ചിൻ ഘടിപ്പിക്കാൻ വലിയ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരില്ല. ഇത് വികസന ചെലവും സമയവും വലിയ തോതിൽ ലാഭിക്കാനും സഹായിക്കും. ഈ പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ വിവരങ്ങൾ എഞ്ചിൻ രൂപകൽപ്പനയിൽ ശാസ്ത്രജ്ഞർ കണക്കൂട്ടിയ അനുമാനങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനും കാവേരി എഞ്ചിൻ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കൃത്യമായ വഴികാട്ടി സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഈ പ്രോജക്ട് സമ്മാനിക്കുക. ഈ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയായതിനു ശേഷമായിരിക്കും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ ആഫ്റ്റർ ബേണർ സംവിധാനത്തെ കാവേരി എഞ്ചിനിൽ ഉൾപ്പെടുത്തുക. പുതുക്കിയ ഈ സംവിധാനം ആഫ്റ്റർ ബേണറിൽ പ്രവർത്തിക്കുമ്പോൾ എഞ്ചിന്റെ കരുത്ത് ഏകദേശം 85 kN ത്രസ്റ്റിലേക്ക് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവവും വിവരങ്ങളും കാവേരി എഞ്ചിന്റെ വികസനത്തെ കൂടുതൽ വേഗത്തിലാക്കുകയും അതുപോലെ തന്നെ ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിലേക്കുള്ള ഇന്ത്യയുടെ ഒരു സുപ്രധാന ചുവടുകൂടി മുന്നോട്ട് വെക്കാനും സഹായിക്കും.